ഹലോ ഫ്രണ്ട്സ്, ഹൈ സ്റ്റോറീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 26, മഹാനായ സൈറസിനെ വീഴ്ത്തിയ സ്ത്രീ. ഈ ഹെഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സൈറസ് ആരായിരുന്നു, വീഴ്ത്തിയ സ്ത്രീ ആരായിരുന്നു. നമുക്ക് ആ കഥയിലേക്ക് പ്രവേശിക്കാം. സൈറസ് അക്കമിനീറ്റ് രാജവംശത്തിന്റെ സ്ഥാപകനായിരുന്നു. പേർഷ്യയിലെ പേരുകേട്ട ചക്രവർത്തിയായിരുന്നു. സൈറസിന്റെ ഭരണത്തിന് കീഴിൽ പേർഷ്യൻ ഗൾഫ് മുഴുവൻ, സിറിയ വരെ, ഇപ്പോഴത്തെ സൗദി അറേബ്യ, ഇറാഖ്, ഇറാന്, കുവൈറ്റ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ആ പ്രദേശം മുഴുവൻ, ഈജിപ്റ്റ് വരെ കൈക്കലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇങ്ങനെ ആ പേർഷ്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ എന്ന് നമ്മൾ ഇപ്പൊ പറയുന്ന ആ പ്രദേശം, ഭൂപ്രദേശം, അതൊരു പ്രത്യേകതരം പ്രദേശമാണ്. അവിടെ ജനവാസം കുറവാണ്, ജനങ്ങളെല്ലാം കഠിന ഹൃദയരാണ്. അവിടെ മേധാവിത്വം സ്ത്രീകൾക്കാണ്. എവിടെയെന്ന പോലെ അവിടുത്തെ മേധാവിത്വം പരിപൂർണമായി സ്ത്രീകളുടെ കയ്യിലാണ്. അവർ പുരുഷന്മാരെ അവർ രാജ്യത്ത് ആ കാലത്ത് അടുപ്പിക്കാറില്ലായിരുന്നു. അങ്ങനത്തെ ഒരു രാജ്യമായിരുന്നു സ്കൈത്യ. മസഗൈറ്റ്സ് എന്നും പറയും. ഈ സ്കൈത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്നത് ടൊമീറസ് എന്ന് പറയുന്ന ഒരു രാജ്ഞിയായിരുന്നു. അവൾക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. അവരുടെ രാജ്യത്ത് അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും നയിച്ചുകൊണ്ടിരുന്നത്, നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് സ്ത്രീകളായിരുന്നു. സന്താനോൽപാദനത്തിന് വേണ്ടി മാത്രം പുരുഷന്മാരെ വരുത്തുകയും അവരെ പിന്നീട് അടിമകളാക്കുകയും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ടൊമീറസിന്റെ രാജ്യത്തിൽ, അതായത് സ്കൈത്യയിലുണ്ടായിരുന്നത്. അപ്പൊ വിശാലമായ ഭൂപ്രദേശത്തിലേക്ക് നമ്മുടെ സൈറസ് കണ്ണുവെച്ചു. അപ്പം അത് എങ്ങനെ കൈക്കലാക്കാം എന്ന് അയാൾ ആലോചിച്ചു. ആലോചനയുടെ ഫലമായിട്ട് ചില കുബുദ്ധികളുടെ ഉപദേശപ്രകാരം ഒരു മാര്യേജ് പ്രപ്പോസൽ ടൊമീറസിന് വെച്ചു. ആര്? ഈ സൈറസ്. അതായത് അങ്ങനെ വിവാഹം കഴിച്ച് പേർഷ്യയും ഈ സ്കൈത്യൻ പ്രദേശങ്ങളും ഒരു ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരാം, ഒന്നിച്ച് നമുക്ക് ഭരിക്കാം, രാജാവും രാജ്ഞിയായിട്ടിരിക്കാം എന്നുള്ളൊരു പ്രപ്പോസല് ടൊമീറസിന് സൈറസ് അയച്ചു. ആ ദൂതൻ മുഖേന അയച്ചു. അവൾക്ക് ഇതിനകത്തെ ചതിയും കെണിയും മനസ്സിലായി, പിന്നെ ദുരിദേശവും മനസ്സിലായി. അവൾ അത് തള്ളിക്കളഞ്ഞു. നീ നിന്റെ രാജ്യം ഭരിക്കുക, ഞാൻ എന്റെ രാജ്യം ഭരിക്കും, നമ്മൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിട്ട് അയൽവക്കക്കാരായിട്ട് ജീവിക്കാം, അതിനപ്പുറം ഒന്നുമില്ല, നീ നിങ്ങളുടെ ഭാര്യ നോക്കി പോകും എന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു. അപ്പോൾ ചില മന്ത്രിമാരുടെ ഉപദേശപ്രകാരം സൈറസ് ഈ സ്കൈത്യൻ പ്രദേശം ആക്രമിച്ച് കീഴടക്കാനായിട്ടുള്ള ഒരു പദ്ധതി രൂപാന്തരപ്പെടുത്തിയെടുത്തു. ഒരു സൈന്യത്തെ സജ്ജീകരിച്ചു. എന്നിട്ട് മന്ത്രിമാരുമായിട്ട് ആലോചിച്ചു. അപ്പോ ആലോചിച്ചു കഴിഞ്ഞപ്പം അവര് പറഞ്ഞു, ഒന്നെങ്കിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക, എന്താണ് വേണ്ടതെന്ന് ടൊമീറസിനോട് ചോദിക്കാൻ ആളയച്ചു. ടൊമീറസ് അതിന് ഉചിതമായ ഒരു മറുപടി നൽകി. ഒന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം, അവിടെ വെച്ച് യുദ്ധം ചെയ്ത് തീരുമാനിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം. നിങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ എന്റെ രാജ്യം നിങ്ങൾക്ക് അധീനമാകും, മറിച്ച് ഞാനാണ് ജയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ രാജ്യം എനിക്ക് അധീനമാകും. ബലാബലം പരീക്ഷിക്കാം, അതാണ് വേണ്ടത്, തയ്യാറാണെങ്കിൽ പോരെ എന്നിട്ടാണ് മഹാനായ സൈറസ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വിവരം, ഇങ്ങനെയൊരു റിപ്ലൈ കിട്ടുന്നത്, അറിയുന്നത്. അത് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന്. അയാൾ മന്ത്രിമാരുമായിട്ട് ആലോചിച്ചു. അപ്പോൾ ലിഡിയയുടെ രാജാവായ ക്രോസസ്, ഈ ക്രോസസ് പുള്ളിയുടെ ഒരു മന്ത്രിയായിരുന്നു. അയാൾ പറഞ്ഞു, അവരിങ്ങോട്ട് വന്ന് ഇവിടെ കീഴടക്കിയാൽ, എങ്ങാനും നമ്മൾ പരാജയപ്പെട്ടാൽ ഈ പ്രദേശം മുഴുവൻ അവരുടെ അധീനതയിലാവും, മറിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്നാല് നമ്മൾ ജയിച്ചാലൊക്കെ ആ പ്രദേശം നമുക്ക് കിട്ടി, ഇനി നമ്മൾ തോറ്റുപോയി എന്ന് വെച്ചു, അങ്ങനെ സാധ്യതയുണ്ടല്ലോ യുദ്ധത്തിൽ. അങ്ങനെ വന്നാൽ നമുക്ക് ഈ പേർഷ്യൻ രാജ്യം നമുക്ക് സുരക്ഷിതമായിരിക്കും, അത് വേണ്ടത് വെച്ച് പോന്നാൽ മതിയല്ലോ. അങ്ങനെ ക്രോസസിന്റെ അഭിപ്രായം, ആലോചന, അഡ്വൈസ് സ്വീകരിച്ച് സൈറസ് അവർക്ക് മറുപടി കൊടുത്തു. ടൊമീറസിന് മറുപടി കൊടുത്തു, ഞങ്ങൾ അങ്ങോട്ട് വരാം, നിന്റെ ദേശത്ത് വെച്ച്, നിന്റെ മണ്ണിൽ വെച്ച് യുദ്ധം ചെയ്ത് ആരാണ് നേട്ടമുണ്ടാക്കുന്നത് എന്ന് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. അതിന് പ്രകാരം ഓക്കെ എന്ന് ടൊമീറസ് പറഞ്ഞു. അവളുടെ പെൺ സൈനിക നിരയെ ശക്തിപ്പെടുത്തി സൈറസിനെ പ്രതീക്ഷിച്ച് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. സൈറസ് 12,000 കുതിരകളോടുകൂടി അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ചെന്ന് അപ്പോൾ ടൊമീറസിന്റെ സൈന്യത്തെ നയിക്കുന്നത് ടൊമീറസിന്റെ മകനായിരുന്നു. ഈ മകൻ ആയിട്ട് സൈറസ് ഏറ്റുമുട്ടി. യുദ്ധം നടന്നു.
യുദ്ധം നടന്ന കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സൈറസ് വലിയൊരു മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു. ഇവൻ വളരെ സൂത്രപ്പണികൾ ഇവൻ അറിയാമായിരുന്നു. സൈറസ് എന്ത് ചെയ്തു? അദ്ദേഹം സ്ട്രാറ്റജിക്കായിട്ട് പിന്മാറാൻ തുടങ്ങി. ഈ പിന്മാറുമ്പം അവരുടെ ക്യാമ്പ് ടൊമീറസിന്റെ സൈന്യത്തിന്റെ പിടിയിൽ കിട്ടാൻ പാകത്തിന് രീതിയിലാണ് പിന്മാറിക്കൊണ്ടിരുന്നത്. ആ ക്യാമ്പില് വിശിഷ്ടമായ ഭക്ഷണ സാധനങ്ങൾ ഇവരുടെ ആവശ്യത്തിന് വേണ്ടി എന്നോണം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അതുപോലെ തന്നെ മദ്യം, വളരെ വീര്യമുള്ള മദ്യം അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും യുദ്ധത്തിൽ ഇവർ പരാജയപ്പെട്ട് പിൻവാങ്ങുന്ന രീതിയിലേക്ക് മാറി. അവരുടെ ക്യാമ്പ് ടൊമീറസിന്റെ സൈന്യം കൈക്കലാക്കി. ഈ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അവർക്ക് നല്ല ഭക്ഷണസാധനം കണ്ടപ്പോൾ അത് കഴിച്ചു, മദ്യം കണ്ടപ്പോൾ അത് കുടിച്ചത് അമിതമായിട്ട് കുടിച്ചു കഴിഞ്ഞ് ഇവരെല്ലാവരും മദ്യത്തിന്റെ അമിതമായ ഉപയോഗത്തില് അതിന്റെ സ്വാധീനത്തില് അവരുടെ ശേഷി കുറഞ്ഞുപോയി, അവര് ബൂസായിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സൈറസ് ആൾക്കാരെല്ലാം റീഓർഗനൈസ് ചെയ്ത് അവരെ ആക്രമിക്കുകയും ടൊമീറസിന്റെ മകനെ തടവുകാരനാക്കുകയും ചെയ്തു. ഈ തടവുകാരനാക്കിയ ടൊമീറസിന്റെ മകൻ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ടൊമീറസിന്റെ മകനെ നഷ്ടപ്പെട്ടു, സൈന്യത്തെ നഷ്ടപ്പെട്ടു, നാണക്കേടായി. അപ്പോൾ അവൾക്കൊരു റിസർവ് സൈന്യം ഉണ്ടായിരുന്നു, മുഴുവൻ സ്ത്രീകൾ. അവരുടെ സ്ത്രീകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവര് പാഞ്ഞു പോകുന്ന കുതിരപ്പുറത്ത് നിന്ന് നാരിഴയ്ക്ക് ഉന്നം തെറ്റാതെ അമ്പെയ്യാൻ ശേഷിയുള്ളവരായിരുന്നു. അവരുടെ ശരീരപ്രകൃതിയിൽ അവിടുത്തെ വലത്തെ ബ്രസ്റ്റ് മുറിച്ചു കളയും. ഈ മുറിച്ചു കളയുന്നതെന്ന് വെച്ചാൽ വില്ല് വലിച്ച് അമ്പെയ്യുന്നതിന് വേണ്ടിയാണ്. അതിതൊരു തടസ്സമായതുകൊണ്ട് വലത്തെ ബ്രസ്റ്റ് മുറിച്ച് കളഞ്ഞ് ഇവളുമാര് ഇങ്ങനെ യുദ്ധസന്നദ്ധരായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ടൊമീറസ് ഈ വേറൊരു സൈന്യത്തെ സമാഹരിച്ച് അതിനെ ട്രെയിൻ ചെയ്ത് അതിനെ റിസർവായിട്ട് നിർത്തിയിരുന്നു. അത് അവനെ ഉന്നയിച്ചു, സൈറസിനെ വെല്ലുവിളിച്ചു. ഘോരമായ യുദ്ധം നടന്നു. സൈറസിന്റെ സൈന്യം പരാജയപ്പെട്ടു, സൈറസ് വധിക്കപ്പെട്ടു. സൈറസിന്റെ തല ഇവളുടെ ആജ്ഞപ്രകാരം വെട്ടിയെടുത്ത് അത് രാജ്ഞിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവള് ഒരു ബക്കറ്റ്, വലിയൊരു പാത്രം നിറച്ച് മനുഷ്യ രക്തത്തില് ഇതിന്റെ തല, ഈ സൈറസിന്റെ തല മുക്കിപ്പൊക്കി പല പ്രാവശ്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, രക്തം കുടിച്ച നിന്റെ കൊതി തീരട്ടെ, മനുഷ്യരക്തം ഏറെ ചിന്തിയവനാണ് നീ, അത് നീ ആവോളം മനുഷ്യരക്തം കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതികാരം എന്നോണം ഇങ്ങനെ മനുഷ്യരക്തത്തിൽ മുക്കുകയും ഉയർത്തുകയും ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് ദീർഘനേരം. അങ്ങനെ സൈറസ് പരാജയപ്പെട്ടു. മഹാനായ സൈറസ് കൊല്ലപ്പെട്ടു. പേർഷ്യൻ രാജ്യത്തിന്റെ അധിപൻ ഇല്ലാതായി. പിന്നെ ഒരു പ്രാന്തനാണ് പുള്ളിയുടെ മകൻ, അവനാണ് ഈ പേർഷ്യയുടെ അടുത്ത രാജാവായ ഗംബീസസ് വന്നത്. അവന്റെ ചെയ്തികളെല്ലാം അടുത്ത ദിവസം പ്രതിപാദിക്കുന്നതാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സൈറസിന് ഈ ഗതി വന്നത്? വല്ല ആവശ്യമുണ്ടായിരുന്നത്? ടൊമീറസ് അവളുടെ ഭരണമായിട്ട് നടന്നുകൊണ്ടേനെ മനുഷ്യന്റെ അത്യാഗ്രഹം കൊണ്ടെത്തിച്ച ഒരു അവസ്ഥയാണിത്. അതൊന്ന്. രണ്ടാമത്, സ്ത്രീകൾ അബലകളാണ്, ഒന്നിനും കൊള്ളരാത്തവരാണ്, പ്രാപ്തി കെട്ടവരാണ്, പുരുഷൻ അധീനരാണ്, പുരുഷന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാണ് എന്നൊക്കെയുള്ള ഒരു പൊതുധാരണ ഉണ്ടായിരുന്നു അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. അത് മാറ്റിമറിച്ചുകൊണ്ട് അവർ ഉദാത്തമായ ഒരു എക്സാമ്പിളാണ് ടൊമീറസ് ഇവിടെ കാഴ്ചവെച്ചത്. അതിശക്തനായ ഭരണാധികാരിയെ, പ്രഗത്ഭനും പ്രശസ്തനുമായ സൈറസിനെ തോൽപ്പിച്ച് കൊലപ്പെടുത്തി അവളുടെ രാജ്യം സുരക്ഷിതമാക്കി. അതുപോലെ തന്നെ ആ സ്ത്രീകളുടെ ശക്തിയാണ് അവരുടെ സൈനിക ശക്തി, അവരുടെ ആയുധശേഷി. അവരവരുടെ മിലിറ്ററി സയൻസാണ്, മിലിറ്ററി ആർട്ടാണ് വേറെ എന്തിനും കൂടുതലായിട്ട് ഈ സ്ത്രീകൾ അഭ്യസിച്ചിരുന്നത്. അവരെ അന്ന് വെല്ലാൻ, ഈ മസഗേറ്റ്സിനെ വെല്ലാൻ, ഈ സ്കൈത്യൻ പെണ്ണുങ്ങളെ വെല്ലാൻ ഒരാളും ഇല്ലായിരുന്നു. ആമസോൺസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ അതീവ സുന്ദരികളായിരുന്നു, അതീവ ശക്തരായിരുന്നു, അതീവ പ്രഗത്ഭരായിരുന്നു. പുരുഷ മേധാവിത്വത്തെ അവർ ചവിട്ടി പതിച്ച് ദൂരെ കളഞ്ഞവരാണ്. ഇന്നും ആ പ്രദേശങ്ങളിൽ ഇന്നും നമുക്ക് കണ്ടെത്താൻ പറ്റും. അവിടെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, പുരുഷ മേധാവിത്വം അവിടെ തീരെയില്ല. മറിച്ച് അവിടെ പ്രകടമായിട്ട് നിൽക്കുന്നത് സ്ത്രീ മേധാവിത്വമാണ്. അത് വീട്ടിലാണേലും സമൂഹത്തിലാണേലും സ്ഥാപനത്തിലാണേലും രാജ്യത്തിന്റെ ആണേലും ഉന്നതഗതിയിൽ ഉന്നതാവസ്ഥയിൽ സ്ത്രീയാണ് മുന്നിട്ടിരിക്കുന്നത്. ഇത് സ്ത്രീകൾക്ക് മൊത്തം ഒരു പാഠമാണ്. അവരിൽ നിന്ന് ആവേശം കണ്ട് സ്ത്രീകൾ ശക്തീകരിക്കുക, ഒരു ഉപദേശമേ എനിക്ക് തരാനുള്ളൂ. അപ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു. അടുത്ത കഥയുമായി അടുത്ത ദിവസം നമ്മൾ കാണുന്നതാണ്.